നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ കോൺട്രവേഴ്സ്യലായ ഫോറിൻ FCRI, അതായത് വിദേശ സഹായങ്ങൾ NGOക്ക് കിട്ടുന്ന നിയമത്തിന് ഭേദഗതി BJP സർക്കാർ ഡൽഹിയിൽ കൊണ്ടുവന്നു. അത് കേരളത്തിന്റെ ഇലക്ഷൻ പ്രമാണിച്ചും കേരളത്തിൽ നിന്നുള്ള പ്രഷർ പ്രമാണിച്ചും അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് കേരള ക്രിസ്ത്യൻ സമൂഹം, ക്രിസ്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് സഭകൾ ഒരുമിച്ച് അതിനെ എതിർക്കുന്നുണ്ട്. കാരണം പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ FCRI കൊണ്ടാണ് കേരളത്തിൽ വളർന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സാപ്പ് കാണിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടെത്തി ഇത് സർക്കാർ ഏറ്റെടുക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് FCE അമെൻമെന്റിനെ സഭകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം ജീവൻ മരണ പ്രശ്നമാണ്. ഈ സഭകൾ നിലനിൽക്കുന്നത് തന്നെ ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റ് നടത്താൻ വേണ്ടിയാണെന്ന് ഒരു ആക്ഷേപം കൂടിയുണ്ട്. പക്ഷേ ഇതിനിടയിൽ കൂടി പ്രധാനമന്ത്രിയും BJPയുടെ സമുന്നത നേതാവുമായ നരേന്ദ്രമോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരുന്നു. അദ്ദേഹം ഈസ്റ്റർ ദിവസം കോട്ടയത്ത് ഉണ്ടാകും. അതായത് കേരളത്തിന്റെ ക്രിസ്ത്യൻ ബെൽറ്റ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ ബെൽറ്റിന്റെ തലസ്ഥാനമായ കോട്ടയത്ത് ഉണ്ടാകും എന്ന് കേൾക്കുന്നു. ഏത് പള്ളിയിൽ പോകും? അദ്ദേഹം സാധാരണ ഇപ്പോൾ ക്രിസ്മസിന് പ്രദർശൻ ചർച്ചിൽ പോയ പോലെ, കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്ററിന് ടോൾഡഖാന ചർച്ചിൽ പോയ പോലെ ഏതെങ്കിലും പള്ളിയിൽ പോകുമോ? അവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഓഫർ നടത്താൻ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. സാർ, ഈ FCRI ഈ ഇഷ്യൂ എങ്ങനെയാണ് കേരളത്തിന്റെ ഇലക്ഷന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഈ FCRI, അതായത് ഇതുവരെ BJP നമ്പിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ, താങ്കൾ പറയുന്ന പോലെ സവർണ ക്രിസ്ത്യൻ വോട്ടുകൾ അവർക്ക് ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി മാറുകയാണോ? അതെ ചെറിയാൻ, നമ്മള് പണ്ട് ഇത് 2-3 ദിവസം മുൻപ് ഇത്ര സ്ഫോടനാത്മകമാവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ തെക്ക് വടക്കിലെ വലിയ ചിത്രം ഇത് ചർച്ച ചെയ്താണെന്ന് ഓർമ്മിക്കാൻ വളരെ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത് കേരളത്തിലെ കോൺഗ്രസും അല്ലെങ്കിൽ CPIM എല്ലാം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി കാണിക്കുന്ന ഉത്സാഹം അത് കുറച്ച് വൈകി വന്ന അവരുടെ ഒരു വിവേകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് അറിഞ്ഞ മാത്രയിൽ ഇത്തരത്തിലൊരു ബില്ല് ലോക്സഭയുടെ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം അതിൻ്റെ തങ്ങൾക്കുള്ള ഒരു മരണമണിയാണ് മുഴങ്ങുന്നത് എന്ന് അതിവേഗം തിരിച്ചറിഞ്ഞിരുന്നു. ഇത് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ UDFന് അനുകൂലമായി മാറ്റുന്നു എന്ന് മാത്രമല്ല, ഒരിക്കലും BJP ആഗ്രഹിക്കാത്ത മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം അടിയിൽ നിന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. BJPയുടെ മുഖ്യ ആയുധം കേരളത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിപ്പിച്ച് അതിന്റെ ചോര കുടിച്ച് ഇവിടെ വളരുക എന്ന തന്ത്രമായിരുന്നു. അത് നമ്മൾ വളരെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലത് അവർ വിജയകരമായി അരമനകൾ ഉപയോഗിച്ചുകൊണ്ട്, തൃശ്ശൂർ അതിരൂപതയുടെ അരമനയെ ഉപയോഗിച്ചുകൊണ്ട് അവർ സുരേഷ് ഗോപിയുടെ വിജയം നേടിയെടുക്കുന്നതും കേരളത്തിലെ സമൂഹം കണ്ടതാണ്. എന്നാൽ ഇത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു ഗറില്ല തന്ത്രം എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ശത്രു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തടയാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഗറില്ല പോരാളിയുടെ ബുദ്ധി. അതായത് മോഡിയും അമിത്ഷായും റിജുവും എല്ലാം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പാടെ മറന്നിട്ടോ അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്നോ വിചാരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ഒരു ഇത്ര വലിയൊരു ഭീമൻ അബദ്ധം ഹിന്ദുത്വ ഫാസിസ്റ്റുകൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പോലും സ്വപ്നത്തിൽ കണ്ടില്ല. ഒരു കേരളത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളെ വേരോടെ എറിയാൻ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു നിയമനിർമ്മാണ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും എന്ന് പറയുകയും പിറ്റേന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ മോഡി
കേരളത്തിന്റെ ക്രിസ്ത്യൻ ശക്തിദുർഗങ്ങളിൽ താമരയ്ക്ക് വോട്ട് ചോദിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഈ ഫാസിസ്റ്റ് ബുദ്ധിരാക്ഷസന്മാരുടെ ബുദ്ധിയെക്കുറിച്ച് ന്യായമായ സംശയം തോന്നും. വാസ്തവത്തിൽ ഇത് ജനാധിപത്യ വിശ്വാസികൾക്കും മതനിരപേക്ഷ ശക്തികൾക്കും വലിയ ഊർജം പകരണം. കാരണം ഇത് അവർ ഒരു CPM-നെയും LDF-നെയും UDF-നെയും ഒരുമിച്ച്, ഇത് വാസ്തവത്തിൽ അവരുടെ മുൻകൈയിനേക്കാൾ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളിയുടെയും CBCIയുടെയും നമ്മളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെയും അവർക്ക് അതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് അതിനെ എതിർക്കാൻ കഴിഞ്ഞതാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇത് നമ്മുടെ MP-മാർക്ക് തിരിച്ചറിയാൻ സമയമെടുത്തു. കാരണം അവർ മിക്കവാറും എല്ലാവരും കേരളത്തിൽ പ്രചരണത്തിലായിരുന്നു. അപ്പോൾ ഇതിന്റെ ഗൗരവം കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും കേരളത്തിന്റെ മതനിരപേക്ഷതയെയും ഒക്കെ ബാധിക്കുന്ന, ആഴത്തിൽ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണം, വഖഫ് ഭേദഗതി നിയമനിർമ്മാണം നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വന്നപ്പോൾ ചിരിച്ച് ആഹ്ലാദിച്ച തിരുമേനിമാർക്ക് എന്താണ് പറയാനുള്ളത്? മുനമ്പത്ത് മുസ്ലിങ്ങളുടെ വഖഫ് പ്രോപ്പർട്ടിയെ പറ്റി സമരം നയിച്ച അച്ഛന്മാർക്ക്, ക്രിസ്ത്യൻ പാതിരിമാർക്ക് എന്താണ് പറയാനുള്ളത്? ഈ ചതിയൻ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ വിശ്വസിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇത് വളരെ വളരെ നിർണായകമാണ്. അത് ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ്. ഇത് തെരഞ്ഞെടുത്തത്, ഇത് മാത്രം തിരഞ്ഞെടുത്ത് ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് കേരളത്തിന്റെ ഇലക്ടറൽ പറയൂ. എനിക്ക് തോന്നുന്നത് അവരുടെ ബുദ്ധിരാക്ഷസന്മാരുടെ ഇഗ്നറൻസ് അല്ല, അവരെ സംബന്ധിച്ചോളം ഇത് അവരുടെ, ഞാൻ കാണുന്നത് അവരുടെ അറഗൻസ് ആയിട്ടാണ്. ഒന്നുകിൽ അഹന്ത, ഞങ്ങൾ ചെയ്യും, ഇതും നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തലേന്നും ഞങ്ങൾ ചെയ്യും, ഞങ്ങളുടെ പാർട്ടി തോറ്റാലും കുഴപ്പമില്ല, പാതിരിമാരെ കുർബാന പണം കൊണ്ട് പള്ളി കെട്ടാനും ആശുപത്രി കെട്ടാനും അനുവദിക്കുകയില്ല. അതായത് കത്തോലിക്ക ചാരിറ്റി സഭകളിൽ നിന്ന് പണം മേടിച്ച് ഇവിടെ പള്ളി കെട്ടണ്ട എന്ന് പറയാനുള്ള അഹന്ത, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് പറയാനുള്ള അഹങ്കാരം, അല്ലെങ്കിൽ തനി മണ്ടത്തരം. ഇത് രണ്ടുമാവാം ഫാസിസത്തിന് അഹന്തയും ബുദ്ധിശൂന്യതയും ഒരുപോലെ ഉണ്ടാവുന്ന ഒരു പ്രസ്ഥാനമാണ്. നമുക്ക് ഹിറ്റ്ലറെ എടുത്തറിയാം, മുസോളിനി എടുത്തറിയാം. ഇവർക്കെല്ലാവർക്കും പുറമേയുള്ള നാട്യം മാത്രമേ ഉള്ളൂ ബുദ്ധിയെക്കുറിച്ച്. അവർ തങ്ങൾ ബുദ്ധിശാലികളാണെന്ന് ജനങ്ങളോട് പറയും, പക്ഷെ അവർ യഥാർത്ഥത്തിൽ മണ്ടന്മാർ കൂടിയാണ്, അഹങ്കാരികളാണ്. അതിന്റെ ഒരു ഏറ്റവും വലിയ ഇവിടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ, മോദിജി അധികാരത്തിൽ വന്ന ആ വർഷം 2 വർഷം ഡൽഹിയിലെ കുറെ പള്ളികൾ ആക്രമിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരു ബിഷപ്പ്, ഡൽഹിയിലുള്ള ബിഷപ്പുമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, മോദിജിയും ബിഷപ്പുമാരും മാത്രം. വാതിലുകളെല്ലാം അടച്ച ശേഷം അദ്ദേഹം ഒരു ബിഷപ്പിന്റെ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, അദ്ദേഹം പറഞ്ഞു, എത്ര ക്രിസ്ത്യാനികൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര ശതമാനമുണ്ട്? അപ്പൊ അവർ പറഞ്ഞു 2% അടുത്ത്. ഒറ്റ വാചകം അദ്ദേഹം പറഞ്ഞുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ, ഞങ്ങൾ നിങ്ങളെ നോക്കാം, അതോടെ മീറ്റിംഗ് തീർന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനസ്ഥിതിയുടെ പുറത്ത് ഇരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഇലക്ഷൻ ആണെങ്കിലും ഇല്ലെങ്കിലും അവരുടെ മനസ്സിൽ 2% കാണുന്നുള്ളൂ. കേരളത്തിലെ 19% അവർ മറക്കുന്നു. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല രാഷ്ട്രീയമായി, സാമൂഹികമായി എന്നുള്ള ഒരു ചിന്ത. അത് അവരുടെ ആന്റി മൈനോറിറ്റി മനസ്സിൽ തന്നെയാണ്. 20% വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് കേരളത്തിലെ 19% ഭരണ ക്രിസ്ത്യാനികളെ ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയില്ല. അതൊരു വാസ്തവമല്ലേ സാർ? അതിനവരുടെ ഐഡിയോളജി അതാണ് അവരെ പഠിപ്പിക്കുന്നത്. വളരെ വളരെ ശരി, വളരെ ശരി. അതിന് വേറെ എവിടെയും പോകണ്ട. അവരുടെ വേദവാക്യമായ ഗോൾവാക്കറുടെ കൃത്യമായ നിർവചനം, അത് പഴകി ഒരു ക്ലിഷയായി. ഏത്? മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പൊ ഞാൻ ഒന്നുകൂടി നമ്മുടെ പുതിയ RSSന്റെ വകയായി കൂട്ടിയിട്ടുണ്ട്. നമ്മളെ പോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ലിബറലുകളും ഇടതുപക്ഷ ലിബറലുകളെയും അവരുടെ ഈ 4ാമത്തെ ശത്രുവായി അവർ കാണുന്നുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിയെയും അർബൻ നക്സലുകളും എന്നൊക്കെ അമിത്ഷാ ഇവിടെ ലോക്സഭയിൽ കൂകി വിളിച്ചത് താങ്കൾ കണ്ടല്ലോ. രാഹുൽ ഗാന്ധി മാവോയിസ്റ്റുമാ ബന്ധമുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷം വെറും ലെനിന്റെയും മാവോയുടെയും ദല്ലാളുകളാണ്. ഇതെല്ലാം അവർക്ക് പറയാൻ കഴിഞ്ഞു. കോൺഗ്രസ് ഇനി വേറെ വിദേശ ശക്തിയുടെ ഏജന്റ് ആണെന്ന് ഭാഗ്യത്തിന് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു
ഹ്യൂമിനെയോ വല്ലതും പറഞ്ഞിനി അതും പറയുമോ എന്ന് സാ വിചാരിച്ചു. അപ്പോൾ ഇവരുടെ സൈദ്ധാന്തിക പ്രത്യയശാസ്ത്രം, ഈ വോൾവാക്കർ ശത്രുതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രത്യയശാസ്ത്രമാണ് ഫാസിസം. അല്ലാതെ എന്തെങ്കിലും വികസന മൂല്യങ്ങളുടെയോ വളർച്ചയുടെയോ തത്വശാസ്ത്രമല്ല. ശത്രുവില്ലെങ്കിൽ RSS ഇല്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്ര ചിന്തകരും ഇല്ലെങ്കിൽ, ആക്രമിക്കാനില്ലെങ്കിൽ BJP ഇല്ല. ഇന്ത്യയുടെ പാർട്ടിഷൻ ഇല്ലെങ്കിൽ ഈ BJP ഇങ്ങനെ വളരില്ല. ഇതെല്ലാം അറിയുന്നു. പക്ഷെ കേരളത്തിൽ അവർ ചെയ്തത് കൂട്ടം വഞ്ചനയാണ്. അതാണ് ചെറിയാൻ എന്നെ ഒരു ചതിയൻ പാർട്ടിയാണെന്ന്. കേരളത്തില് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ ഡിനോമിനേഷൻസിലുമുള്ള, അതാണല്ലോ ആകെ നമ്മളെ യോജിപ്പിക്കുന്ന, ക്രിസ്ത്യാനികളെ യോജിപ്പിക്കുന്ന കാര്യം കേരളത്തിൽ. നമ്മൾ ഇതുവരെ സവർണ എന്ന് പറഞ്ഞിരുന്നു. 25 ലക്ഷം വരുന്ന ലത്തീൻ കത്തോലിക്ക സഭ ഈ അമെൻമെന്റിനെതിരായിട്ട് തെരുവിലിറങ്ങാൻ പോവുകയാണ്. അറിയാമോ താങ്കൾക്ക്? അത് സവർണ അച്ഛന്മാരുടെ ഡൽഹി പ്രസ്താവനയോ അല്ലെങ്കിൽ മോഡിയുടെ കൂടെയുള്ള വിരുന്നോ അല്ല. 25 ലക്ഷം വരുന്ന കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുള്ള ഇടവകകളിൽ ഇത് വെറും വിദേശത്തു നിന്ന് വരുന്ന കൂറ്റൻ പണമല്ല, വെറും കുർബാന പണമല്ല, അല്ലെങ്കിൽ കരിറ്റാസിന്റെ ധനമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാനുള്ള, ഒരു സമൂഹം എന്നത് നിലനിൽക്കാനുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക്, സഹായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പണമാണ് ഈ മോഡി ഷാ സർക്കാർ കേരളത്തിൽ നിരോധിച്ചത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾ, ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന വളരെ വളരെ ശക്തമായ ക്രിസ്ത്യൻ ഒരു സ്ട്രോങ് ഹോൾഡിലാണ്. അവിടെ ചെന്ന് മോഡി എന്താണ് പറയുക? അവിടെ ചെന്ന് അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായ ജോർജ് കുര്യൻ എന്ന മന്ത്രി, അയാൾ വെള്ളം കുടിക്കും. നിങ്ങൾ നോക്കിക്കൊള്ളൂ, ഞാൻ പറയുന്നത് എഴുതിയെടുത്തുകൊള്ളൂ. ഇതിനകത്തൊരു സംശയം, ജോർജ് കുര്യനെ കെട്ടിവെച്ച കാശ് കിട്ടുമോ ഈ പ്രാവശ്യം ഇങ്ങനെ പോയാൽ? വളരെ വിഷമമാണ്. താങ്കൾ ആ കെട്ടിവെച്ച കാശെന്ന് ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെ കൃത്യമായി വോട്ടുകളുടെ കണക്ക് പറയാൻ കഴിയില്ല. ഒരു കാര്യം നമുക്ക് യോജിക്കാം, അയാൾ വളരെ വളരെ ദുർബലമായ 3ാം സ്ഥാനാർത്ഥിയായി കാഞ്ഞിരപ്പള്ളിയിൽ വരും. PC ജോർജ് എന്ന വഷളനും അദ്ദേഹത്തിന്റെ മകനും കാല് മാറി മുസ്ലിം തീവ്രവാദത്തിൽ നിന്ന് പള്ളി പ്രസംഗത്തിലേക്ക്, പിന്നെ ഇടതുപക്ഷത്തു നിന്ന് VS പക്ഷത്തു നിന്ന് പിന്നെ കോൺഗ്രസിലേക്ക് ഇങ്ങനെ പോയി നടക്കുന്ന കേരളത്തിലെ ഏറ്റവും അപമാനകരമായ അച്ഛനും മകനും 3ാം സ്ഥാനത്തേക്ക് പാലായിലും പൂഞ്ഞാറിലും മോഡി വന്ന ശേഷം തോൽക്കുന്ന കാഴ്ചയാണ് കേരളം കാത്തിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേരളത്തിലെ ആർക്കെങ്കിലും BJPയുടെ അജണ്ടയെ പറ്റി സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കുകയാണ് BJP. അതെ, ഞാൻ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒരു കാര്യം കൂടി എനിക്ക് അറിഞ്ഞുകൂടാ, താങ്കൾക്ക് അറിയുമായിരിക്കും. ഡൽഹിയിൽ ഇന്നലെ പാർലമെന്റിൽ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ പ്രതിഷേധത്തിൽ ജോൺ ബ്രിട്ടാസും റഹീമും കോൺഗ്രസും CPM-ഉം ഒരുമിച്ചുവോ? എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ തിരക്കിലാകുന്നത്. കാരണം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യത്തിനുള്ള വലിയ ഉദാഹരണമാണ്. അതായത് ഫാസിസത്തിനെതിരെ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളും കേരളത്തിലും യോജിക്കണമെന്ന എന്റെ രാഷ്ട്രീയ നിലപാടിനെ വളരെ വളരെ ശക്തി പകരുന്നതാണ്. ഇന്നലെ പാർലമെന്റിൽ അവർ ഒരുമിച്ചിട്ട് പ്രകടനം നടത്തിയെങ്കിൽ, ഇവിടെ പാലക്കാട് ഒരു സംഭവം ഉണ്ടായി. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇന്നലെ BJP-ക്കാർ ആക്രമിച്ചു പാലക്കാട് മണ്ഡലത്തിൽ. അതിനെതിരെ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി റസാഖ് പ്രതിഷേധ പ്രസ്താവന നടത്തി. ഇതാണ് ഞാൻ കാണിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഇവരെ തോൽപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ജാതിമത ഭേദമന്യേ. പക്ഷേ ഈ പാർട്ടി നേതൃത്വങ്ങളുടെ ഒരു ചുരുങ്ങിയ കാഴ്ചപ്പാട്, അവരുടെ കുഴൽ അവരുടെ അവരുടെ നോട്ടത്തിന്റെ പരിമിതി കൊണ്ട് വാസ്തവത്തിൽ വലിയ ദോഷം ജനാധിപത്യത്തിന് ഉണ്ടാവുകയാണ്. നമുക്കൊരു വേറൊരു വിഷയത്തിലേക്ക് പോകാം.